ഏവർക്കും SB കമ്മ്യൂണിക്കേഷൻസിലേക്ക് സ്വാഗതം. കത്തിപ്പാറ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ രക്ഷാധികാരിക്കും പ്രോഗ്രാം കോർഡിനേറ്റേഴ്സിനും മെമ്പേഴ്സിനും പ്രദേശവാസികൾക്കും എൻ്റെ ഓണാശംസകൾ. ഈ പ്രോഗ്രാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്ക് മ്യൂട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. കാരണം ഇത് ഞാൻ ഷൂട്ട് ചെയ്ത് പിറ്റേ ദിവസം തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. യൂട്യൂബിൽ നിന്നും കോപ്പിറൈറ്റ് കിട്ടി. അങ്ങനെ എനിക്ക് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അതിൻ്റെ കോപ്പി വീണ്ടും എടുത്ത് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. കാരണം ഇതിൽ 2 സിനിമയുടെ സൂപ്പർ ഹിറ്റ് സോങ്സിൻ്റെ മ്യൂസിക്കാണ് ഈ കുട്ടികൾ ഡാൻസിന് ഉപയോഗിച്ചത്. അങ്ങനെയാണ് എനിക്ക് കോപ്പിറൈറ്റ് വന്നത്. എൻ്റെ ചാനലിൽ അത് ബാധിക്കുന്ന പ്രശ്നമല്ല, അത് നിങ്ങളുടെ ഈ വീഡിയോയ്ക്കാണ് അത് കിട്ടിയത്. സോ ഞാൻ രണ്ടാമത് അതിൻ്റെ കോപ്പി എടുത്ത് വീണ്ടും ആ ശബ്ദം മ്യൂട്ട് ചെയ്തുകൊണ്ട് എൻ്റെ വോയിസ് ഓവർ കൊടുക്കുകയാണ്. എൻ്റെ റിയൽമി C11 എന്ന് പറയുന്ന 2021 മാർക്കറ്റിലിറങ്ങിയ ഒരു സാധാരണ ആൻഡ്രോയിഡ് ഫോണിൽ കൂടെയാണ് ഞാൻ ഈ വിഷ്വൽ എടുത്തിരിക്കുന്നത്. ഒരു നല്ല ക്യാമറ, അതായത് സോണിയുടെയും നിക്കോണിൻ്റെയും പാനസോണിക്കിൻ്റെയും യാഷികയുടെയൊക്കെ ഒരു ഹാൻഡി ക്യാമറ വാങ്ങണമെങ്കിൽ 1.5 ലക്ഷം രൂപ വേണ്ടി വരും. അതിന് എൻ്റെ കയ്യിൽ കാശില്ല. എൻ്റെ സാധാരണ ഒരു ഫോൺ വെച്ച് തന്മയത്വത്തോടുകൂടി ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ നിങ്ങൾ എന്നെ സഹായിച്ചതിൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ്. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ലൊരു വൈബായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അത് അപ്ലോഡ് ചെയ്തത്. പക്ഷേ 8ൻ്റെ പണി എനിക്ക് തിരിച്ച് കിട്ടി. അങ്ങനെ എനിക്ക് അത് മ്യൂട്ട് ചെയ്യേണ്ടി വന്നു. ആ മ്യൂസിക് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്കതിൻ്റെ സ്റ്റെപ്സുകളൊക്കെ മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കുട്ടികളുടെ പ്രോഗ്രാം തന്മയത്വത്തോടെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും പറയാം. പക്ഷേ അനാവശ്യമായ കമൻറ്റുകൾ മാത്രം എഴുതാതിരിക്കുക. ഈ കുട്ടികളുടെ മുഖം ഞാൻ സൂം ചെയ്യാത്തതിൻ്റെ കാരണം അവരുടെ പ്രായം 1, 2 അവർ വിദ്യാർത്ഥികളാണ്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ മുഖം ലോങ് ഷോട്ടിൽ വെച്ചത്. ടൈറ്റ് ക്ലോസപ്പിൽ ഞാൻ വെച്ചിട്ടുള്ള ഒരേ ഒരു കുട്ടിയുടെ മുഖം മാത്രം. അത് കൊച്ചു കുട്ടിയായതുകൊണ്ട് ഞാൻ അവളെ ടൈറ്റ് ക്ലോസപ്പിൽ പിടിച്ചതാണ്. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യാൻ കാരണം ഒരാളാണ്. ദുബായിൽ ഇരുന്നുകൊണ്ട് അനിൽ എന്നെ എപ്പോഴും വിളിച്ച് പറയാറുണ്ട്, കത്തിപ്പാറയിലെ കുട്ടികളുടെ പ്രോഗ്രാം ഒന്ന് ഷൂട്ട് ചെയ്ത് ഒന്ന് പോസ്റ്റ് ചെയ്യണം, അത് കാണാൻ എനിക്കൊരാഗ്രഹമുണ്ടെന്ന് പറഞ്ഞാണ് അവസാനം ഞാൻ ഇറങ്ങി വന്നത്. കാരണം എൻ്റെ കയ്യിൽ നല്ലൊരു ക്യാമറ ഇല്ല. ഞാൻ അനിലിനെ വിളിച്ച് പറഞ്ഞിരുന്നു, എൻ്റെ കയ്യിൽ ക്യാമറ ഇല്ല, ട്രൈപോഡില്ല, ഒന്നുമില്ല, ഒരു സാധാരണ ഫോൺ വെച്ച് ഞാൻ ചെയ്യുന്നതാണ്, നമുക്ക് ആലോചിക്കാമെന്ന്. അങ്ങനെ അനിലിൻ്റെ നിർബന്ധം കാരണമാണ് ഞാൻ ഈ വർഷത്തെ ഓണ പ്രോഗ്രാം ഷൂട്ട് ചെയ്യാൻ ഇറങ്ങി വന്നത്. ഈ കുട്ടികളുടെ അടുത്ത് നിന്ന് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ പ്രായം എന്നെ അകലങ്ങളിൽ നിർത്തുകയായിരുന്നു. കത്തിപ്പാറ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സും മെമ്പേഴ്സും ഇത് എത്ര ശതമാനം ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല. ഇത് അവരെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്നും എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ലൊരു വൈബായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. പക്ഷേ എനിക്കത് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നു. അതിൻ്റെ ഇമെയിൽ എൻ്റെ കയ്യിലുണ്ട്. യൂട്യൂബിൽ നിന്ന് അവരെനിക്ക് അയച്ചു തന്ന ഇമെയിൽ. എൻ്റെ ഒരു ചാനലിന് ഒരു തരത്തിലും അത് ബാധിക്കില്ല. ഈ നല്ല വൈബുള്ള ഒരു ഡാൻസാണ് ഈ കുട്ടികൾ അവതരിപ്പിച്ചത്. പക്ഷേ എന്തു ചെയ്യാം, നിർഭാഗ്യം ആ മ്യൂസിക് എനിക്ക് മ്യൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലൊരു ക്യാമറയായിട്ട് നല്ല പ്രോഗ്രാമുകൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈ കുട്ടികളുടെ വൈവിധ്യമാർന്ന ഡാൻസും പാട്ടുമൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്ത കാഴ്ചപ്പാടുകളിലേക്ക് ഞാൻ താമസിച്ച നല്ലൊരു ക്യാമറയായിട്ട് വരാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി എൻ്റെ ഈ വീഡിയോ കത്തിപ്പാറ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഭാരവാഹികൾക്കും പ്രദേശവാസികൾക്കും സമർപ്പിക്കുന്നു. എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സഹകരണമാണ് എൻ്റെ ഈ ചാനലിൻ്റെ ഭ്രമണപഥത്തെ നിർണ്ണയിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓണാശംസകൾ ഞാൻ നേരുന്നു. ലോകപ്രശസ്തനായ ഹാസ്യതാരം ചാർലി ചാപ്ലിൻ്റെ നിശബ്ദ ചിത്രങ്ങളെപ്പോലെ ആക്കി തീർക്കേണ്ടി വന്നു ഈ വീഡിയോ. അതിലെനിക്ക് സങ്കടമുണ്ട്, വേറെ വഴിയില്ല. കാരണം ഈ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന മ്യൂസിക് പലതും കോപ്പിറൈറ്റ് ഉള്ളതാണ്. അതുകൊണ്ടാണ് എനിക്ക് ചാപ്ലിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ഈ വീഡിയോ ചെയ്യേണ്ടി വന്നത്.